I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. സാറേ ഈ ന്യൂസ് ഫുൾ ഇതാണല്ലോ, ബഡ്ജറ്റിൽ ഇൻകം ടാക്സ് 12 ലാക്ക് എന്നാണല്ലോ കേൾക്കുന്നത്. അതിൻ്റെ ശരിക്കും യാഥാർത്ഥ്യം എന്താ? ഇന്ന് ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഇൻകം ടാക്സിൽ എന്താ 12 ലക്ഷം വരെയുള്ള ആൾക്കാർ ഇൻകം ടാക്സ് അടയ്ക്കണോ വേണ്ടേ എന്നുള്ള ഒരു ഡൗട്ട്. ഇതിൻ്റെ ശരിക്കുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം. 2025-26 ഫൈനാൻഷ്യൽ ഇയറിൽ, അതായത് 2025-26 എന്ന് പറഞ്ഞാൽ 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ 12 ലക്ഷം രൂപ വരെ ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ 12 ലക്ഷം രൂപക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതായത് ഗവൺമെൻറ് നമുക്ക് എന്ത് തരും, ആ പൈസ നമുക്ക് റിബേറ്റ് ആയിട്ട് ഗവൺമെൻറ് നമുക്ക് തരും. ഇനി നമ്മുടെ ഇൻകം 12 ലക്ഷത്തിന് മേലെങ്കിൽ 13 ലക്ഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മൊത്തം എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇത് പുതുതായിട്ട് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ന്യൂ ടാക്സ് റെജീമിൽ ഒരു ബെനിഫിറ്റ് കാര്യങ്ങളാണ്. ഓക്കെ, ഇതുപോലെ ടാക്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗോൾഡൻ വിങ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ.